നമസ്കാരം. പഴമകൾ തേടിയുള്ള യാത്രകൾ ഏറെ ഭക്തിസാന്ദ്രമാകുന്നത് ചരിത്രമുറങ്ങുന്ന അപൂർവമായ ഇത്തരം ക്ഷേത്ര കാഴ്ചകളിലൂടെയാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് സമീപമുള്ള കുമ്പളങ്ങാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ഒരു ആരാധനാലയമാണ് പള്ളിമണ്ണ ശിവക്ഷേത്രം. പരമശിവ ഭഗവാൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഈ ക്ഷേത്രം അതിൻ്റെ ചുവർ ചിത്രങ്ങളാലും ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയാലും ഏറെ മനോഹരമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും സംരക്ഷണവും ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പാണ് നിർവഹിക്കുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ക്ഷേത്രത്തിലെ മനോഹരമായ ചുവർ ചിത്രങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് 1983 കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഇതിനെ ദേശീയ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. വാഴാനി അണക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആളൂർ പുഴയുടെ തീരത്താണ് ഈ മനോഹരമായ ക്ഷേത്രമുള്ളത്. 17-ാം നൂറ്റാണ്ടിലെ ചായക്കൂട്ടുകളാൽ വരച്ച നിരവധി ചുവർ ചിത്രങ്ങൾ ശ്രീകോവിൽ ഭാഗത്ത് കാണാം. ചതുരാകൃതിയിൽ പണിതീർത്ത ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലി പ്രകടമായി കാണാൻ കഴിയും. വെട്ടുകല്ലും മണ്ണും ചേർത്ത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നു. ഈ ചുവരുകൾക്ക് മുകളിൽ പ്രത്യേക കൂട്ടുപയോഗിച്ച് പ്രതലം മിനുസപ്പെടുത്തിയതിനു ശേഷമാണ് അതിൽ ചുവർ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ ഒരു ചിത്രത്തിൻ്റെ കോണിലായി പഴയ മലയാള ലിപിയിൽ ഇത് വരച്ച ചിത്രകാരൻ്റെയും അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെയും പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. കേരളത്തിലെ ചുവർ ചിത്രങ്ങളിൽ ഇത്തരം കണ്ടെത്തൽ അപൂർവമാണ്. മഹാദേവ പ്രതിഷ്ഠയും അടുത്തു തന്നെ ഗണപതി പ്രതിഷ്ഠയും ക്ഷേത്ര മതിലിനകത്ത് ബ്രഹ്മരക്ഷസ്, നാഗക്കാവ് എന്നിവയും ഇവിടെ കാണാം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥകൾ പള്ളിമണ്ണ എന്ന പേരുമായി ബന്ധപ്പെട്ടതാണ്. പള്ളി എന്ന സ്ത്രീ പച്ചില തോൽ വെട്ടാനായി ഈ പ്രദേശത്ത് വരികയും അവരുടെ കയ്യിലുള്ള അരിവാൾ മൂർച്ച കൂട്ടുന്നതിനായി ശിലയിൽ ഉരച്ചു നോക്കുകയും തുടർന്ന് ശിലയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയപ്പോൾ ആ രക്തം കണ്ട് ഭയന്ന് നിലവിളിക്കുകയും നാട്ടുകാർ ഓടിക്കൂടി ശില പരിശോധിച്ച് നാടുവഴി അറിയുകയും തുടർന്ന് പ്രശ്നം വെച്ച് ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ശിലയിൽ ശിവ ചൈതന്യമുണ്ടെന്നും അതിനുശേഷം അവിടെ ഒരു ശിവക്ഷേത്രം ഉയരുകയും ആണ് ഉണ്ടായിട്ടുള്ളത്. പള്ളി കണ്ടെത്തിയ ചൈതന്യത്തെ സ്മരിച്ച് ഈ പ്രദേശം പള്ളിമണ്ണയായി മാറി എന്നും പറയപ്പെടുന്നു. തെക്കിൽ നിന്ന് വടക്കോട്ടൊഴുകുന്ന ആളൂർ പുഴ, ഇതിന് അഭിമുഖമായാണ് മഹാദേവൻ കുടികൊള്ളുന്നത്. ചുവർ ചിത്രങ്ങളുടെ ചാരുത സന്ധ്യാസമയമായതിനാൽ സാങ്കേതികമായി പകർത്താൻ സാധിച്ചില്ല. അടുത്ത വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്താം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.